ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഗെയിമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ് 99 Nights in the Forest. അറിയാത്തവരാണെങ്കിൽ വേറൊന്നുമില്ല, ഈ ഒരു ക്യാമ്പിൽ 99 ഡേയ്സ് ലിവ് വിത്ത് നമ്മൾ ഇതിൽ 4-5 കിഡ്സിനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഡിയറിൻ്റെ കൺട്രോളിലായിരിക്കും. അപ്പോൾ അവരെ നമ്മളെങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോൾ ഇതിൽ 4 or 5 ലെവലാണുള്ളത്. അതെങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു കുട്ടികളെ രക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ക്യാമ്പിൽ കൊണ്ടുവന്നാക്കിയാൽ അവർ ടെൻറ്റ് കെട്ടും സ്വന്തമായിട്ട്. പിന്നെ ഫയറും കൂടിയും ആ ഒരു പണിയും കൂടിയുണ്ട്. പിന്നെ ഫുഡ് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ നിലവിൽ ഈ ഒരു ഗെയിം കളിച്ചതിന് ശേഷം ഞാൻ കളിച്ചപ്പോൾ 74 ഡേയ്സ് ലിവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തൽക്കാലം വീഡിയോക്ക് വേണ്ടി ചെറിയൊരു ഇതെടുത്താണ്. അതിന് ശേഷം കളിച്ചപ്പോൾ 84 ആ ഒരു ഇപ്പോൾ 89 ആണ് ലിവ് ചെയ്ത ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സീക്രട്ടായിട്ടും വേണമെങ്കിൽ ലിവ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇപ്പം ലോങ് വീഡിയോസ് ഇടുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതലും കാണാം. ലോങ് വീഡിയോസ് നിങ്ങളധികം ഞാനും അങ്ങനെ നോക്കാറില്ലാത്തൊരു വീഡിയോ ആണ്. പക്ഷേ ലോങ് വീഡിയോയിലും നമുക്ക് ഗെയിമിനെ പറ്റി ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഷോർട്ടും നല്ലതാണ്, അതിൽ പാർട്ടായിട്ടേ ഉണ്ടാവുള്ളൂ. അതിലും കുറച്ചും കൂടി നല്ലത്, കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റണമെങ്കിൽ ലോങ് വീഡിയോ ആണ് നല്ലതെന്ന് തോന്നുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചിൽഡ്രൻസിനെ, ആ ഒരു കിഡ്സിനെ നമ്മൾ രക്ഷിക്കുക. പിന്നെ ഇതിൽ കുറേ ടൂൾസും വെപ്പൺസും അതൊക്കെ കിട്ടുന്നുണ്ട്. കൂടുതലും ചെസ്റ്റിൽ നിന്നാണ് നമുക്കത് കിട്ടുക. വെപ്പൺസ് ആയാലും ചിലത് നമുക്ക് കിട്ടിയാൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഇനിയും ചെസ്റ്റ് കണ്ടുപിടിച്ച് മാപ്പൊക്കെ ബിൽഡ് ചെയ്താൽ ഇവിടെ നിന്നാണ് നമ്മൾ ബിൽഡൊക്കെ ചെയ്യുന്നത്. ബിൽഡ് ചെയ്ത് നമുക്ക് കുറേ സാധനം ഉണ്ടാക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പട്ടീൻ്റെ മുന്നിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം രക്ഷിക്കാൻ പോകുന്നതാണെങ്കിലും മുന്നിൽ പോയി പെട്ടിട്ട് അന്തവും കുന്തവും ഇല്ലാതെ പോയി നിന്നോടത്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഡെഡാവും. പിന്നെ മെഡിക്കറ്റ് കിട്ടാണ്ട് ആ ഭാഗത്ത് നോക്കണ്ട. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഡിയറിനെ കാണാനാണ് ഏറ്റവും വലിയ കോമഡി. 2 ഉണ്ടക്കണ്ണും വെച്ചിട്ടാണ് വന്ന് നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിന് വലിയ ഇതൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ലൈറ്റ് പേടിയാണ് ഡിയറിന്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് കുറച്ചധികം ദേഷ്യക്കാരനാണ്. അവർ നല്ല പ്രശ്നമുണ്ട്. പിന്നെ ഇതിൽ ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ കിഡ്സിനെ രക്ഷിക്കുമ്പം അവർ ടെൻറ്റ് കിട്ടും. അപ്പോൾ ആ ടെൻറ്റിൽ നമ്മൾ ഗ്ലിച്ചായിക്കൊണ്ട് കയറിയാൽ നമുക്കതിൽ ടെൻറ്റിൽ ഉള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു നൈറ്റൊക്കെ നമ്മൾ ഡിയർ വരുമ്പം ക്യാമ്പ് ഫയർ ഇല്ലെങ്കിൽ നമുക്കങ്ങനെയൊക്കെ. പക്ഷെ നമ്മളുടെ ഹെൽത്ത് കുറവായിരിക്കും, അതും സൂക്ഷിക്കണം. പിന്നെ ഇതുപോലെ ബെഡൊക്കെ ബിൽഡ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഡേ സ്കിപ്പാകുന്നതാണ് നല്ലത്. കാരണം നമുക്ക് എല്ലാം തന്നെ ചത്ത് ജീവിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഡേയും കൂടി സ്കിപ്പായിക്കില്ലെങ്കിൽ ആ ഒറ്റ ഡേ നമ്മളിങ്ങനെ ലീവായിക്കൊണ്ടിരുന്നാൽ എന്തായാലും ചാവും, അത് ഉറപ്പാണ്. പിന്നെ മെഡിക്കറ്റും കൂടി കിട്ടിയിക്കില്ലേ വണ്ടർഫുള്ളായിരിക്കും. അങ്ങനൊരു ഗെയിമാണിത്. അതുകൊണ്ട് ഈ ഗെയിം എൻ്റെ ഫേവറേറ്റ് ആണോ എന്ന് വെച്ചാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആണോ അല്ലേന്ന് ജസ്റ്റ് കമൻറ്റ്. അപ്പോൾ നൈറ്റ് അപ്രോച്ചിങ് കണ്ടാലോ ഒന്നും നോക്കണ്ട, കണ്ട ഓടുക. ക്യാമ്പിലോട്ട് ഓടിയാൽ വേറൊന്നുമില്ല, അടയ്ക്കുക. പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിൻ്റെ പുറത്തിറങ്ങണ്ടു. ഇത് എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നാക്സ് നോവ. അപ്പം നോവയും ഈ ഗെയിമിലുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നെറ്റ് ഇഷ്യൂ ആയിട്ട് ഇതിൽ നിന്ന് ബാക്കടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓക്കെ, നന്നായിട്ട് കളിച്ച് നമ്മൾ പറ്റുന്നിടത്തോളം നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഫുഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അന്ന് നമ്മുടെ കാര്യം കട്ടപ്പൊടിയായിരിക്കും. അതുപോലെ അവൾ കോളും ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ഒരു ദിവസം ഫുഡ് കളക്ട് ചെയ്തില്ല, പിന്നെ നമ്മുടെ കാര്യം പിന്നെ ആലോചിക്കുക വേണ്ട. പിന്നെ ഈ ഒരു കുട്ടിക്ക് ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല.
അഡ്ജസ്റ്റ് ചെയ്താൽ 99 ഡേയ്സ് മാത്രമല്ല, 99 കഴിഞ്ഞാൽ നിർത്തിക്കൂടെ പോയിക്കൂടെ എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും അതിലും നമുക്ക് കൂടുതൽ കളിക്കാൻ പറ്റും. ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്ന് 120 ഡേയ്സ് ലിവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ സ്വന്തമായിട്ട് ലിവ് ചെയ്തെന്നല്ല, ഏതോ ഒരു കോന്തൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ്, ബൈ മിസ്റ്റേക്ക്, ഏതോ ഒരു നല്ലവൻ്റെ സഹായമുള്ള ആ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു 120 ഡേയ്സ് എങ്കിലും ലിവ് ചെയ്തത്. ഞാൻ അതിനെക്കൊണ്ട് തന്നെ പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. അതൊരു കാര്യം പറയാം, ഞാൻ ആ ഒരാളില്ലെങ്കിൽ 120 ഡേയ്സ് പോയിട്ട് ആ ഒരു 1 ഡേ എങ്കിലും എനിക്ക് ലീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ആ ഒരു സമയത്ത്. എക്സാമിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ അതാണ് ടൈമിങ്. ഇങ്ങനെ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണെങ്കിലും ഞാൻ വേഗം എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്ന അത്രക്കും ഷോർട്ടാക്കിയിട്ട് വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അതാണ് ഷോർട്ട് വീഡിയോ അത്രക്കും ഷോർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ലോങ് വീഡിയോ എത്ര ലോങ് ആയിക്ക് എത്ര ഷോർട്ടായിക്ക് എനിക്കറിയില്ല. അപ്പോൾ ഉള്ളിടത്തോളം ഷോർട്ടോ അല്ലെ ലോങ്ങോ എന്തെങ്കിലും ആണ്. പക്ഷേ ഈ ഗെയിം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു ബെഡ് ഉണ്ടാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഡേ ഇപ്പം മേലെ കണ്ട പോലെ ഇതുപോലെ സ്കിപ്പായി ഇപ്പം ഞാൻ 24 ഡേയ്സോ അല്ലെ 25 30 ആ ഒരു ഡേ ആറ്റം ഇപ്പം ഞാൻ ലിവ് ചെയ്തിട്ടുണ്ട്.